പോകരുത്. ഇപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട് വർഗീയത വളർത്തരുത്, പറഞ്ഞതിന് ഉരുളക്കപ്പേരി മറുപടി പറയരുത്. വർഗീയത വളർത്തുന്നവർക്ക് എന്താ അതിനെ പിന്നെ പൊളിറ്റിക്കൽ താല്പര്യം. ഇന്നിപ്പോൾ യൂട്യൂബർമാർ രാവും പകലും മറുപടി പറയുന്ന പണിയാണ്. എന്തിനാ മറുപടി പറയുന്നത്? ഒരു നിരീശ്വരവാദിയോട് അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഓക്കെ. അതേസമയത്ത് ഇന്നത്തെ വർഗീയവാദികൾ പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത ഒരു മുസ്ലിം പണ്ഡിതന് ഇല്ല. എന്തുകൊണ്ട്? അയാൾക്കത് സംശയമായിട്ടല്ല അയാളത് പറയണത്. പകരം എന്താണ് അയാളെ ലക്ഷ്യം? വർഗീയത വളർത്തുക. ഇനി നമ്മൾ എന്തിനും ആളാണ്? ഇങ്ങോട്ടൊരു വർഗീയത വളർന്നാൽ തിരിച്ചങ്ങോട്ട് എന്തിനു പറയണം? അതുകൊണ്ട് എന്താ സംഭവിക്കുക? സൊസൈറ്റി ആകലും. സൊസൈറ്റി അകന്നാ പിടിച്ചാൽ കിട്ടൂല. നിയമം സാധാരണക്കാർ കൈയെടുക്കുന്ന അവസ്ഥ വരും. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ ദുരന്തം വളരെ വലുതായിരിക്കും. ഞാൻ കാല് പിടിക്കാണ്, ഈ യൂട്യൂബർമാരെ കാല് പിടിക്കാണ്. ദയവായി നിങ്ങൾ ഈ വർഗീയത വളർത്തുന്ന പ്രഭാഷണങ്ങൾ മറുപടികൾ പറയരുത്. നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് അവൻ്റെ സംശയം തീരൂല. കാരണം അവന് സംശയമല്ല ഉള്ളത്. അവൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ മുഹമ്മദ് നബി മോശക്കാരനാണ് എന്നൊരു ക്രിസ്തീയ ബ്ലോഗർ, ഒരു യൂട്യൂബർ പറഞ്ഞാൽ അയാളെ ലക്ഷ്യം പ്രശ്നം മുഹമ്മദ് നബി മോശമാണെന്ന് അല്ല. അയാളെ പ്രശ്നം എന്താണ്? അയാൾ ഒരുപക്ഷെ അയാളെ സ്വന്തം ആളോട് അയാൾ പറയുന്നുണ്ടാവും, എനിക്കറിയാട്ടാ, അയാൾ മുസ്ലിമായ കൂട്ടുകാരനോട് ഒരു പക്ഷേ അയാൾ സ്വകാര്യമായി പറയുന്നത്, ഈ ചൂടാണ്ടട്ടാ, ഞാൻ ഓന് മറുപടിയോ ഓനൊന്ന് കത്തിക്കാൻ എൻ്റെ ലക്ഷ്യം എന്നയാൾ സ്വകാര്യത്തിൽ പറയുന്നുണ്ടാവും. ഇയാൾക്കിതിൽ എന്തില്ല, ഇയാൾക്ക് സംശയമില്ല. ഇയാൾ ആവശ്യം എന്താണ്? വർഗീയത വളർത്തുക. എന്താണ് അതിൻ്റെ പിന്നെ പൊളിറ്റിക്കൽ താല്പര്യം? അപ്പം ഞാൻ ഈ യൂട്യൂബർമാരോടും ബ്ലോഗർമാരോടും ദയവായി പറയുന്നത്, നിങ്ങൾ ഉരുളക്കപ്പോയി ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ ചാനലിൽ വർഗീയത വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മറുപടി പറയാൻ പോകരുത്. അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, പിന്നെ നിൽക്കും. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ അവർ പരാജയപ്പെടും. അതേസമയത്ത് നിങ്ങൾ മറുപടി പറഞ്ഞാൽ അവരെ മനസ്സാക്ഷിയുടെ കോടതിയിൽ അവർ ജയിക്കും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മുഹമ്മദ് നബിയെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒരു അബദ്ധം, ഒരു തോന്നിയാസം മറ്റൊരു മതക്കാരൻ പറയുമ്പോൾ ഉരുളക്കുപ്പേരി മറുപടി പറയാൻ നമ്മുടെ ബ്ലോഗർമാരോ യൂട്യൂബർമാരോ ശ്രമിക്കരുത്. ഞാൻ അവരെ കാല് പിടിച്ചപേക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. തെറ്റാണത്. എന്തുകൊണ്ട്? അയാളുടെ പ്രശ്നം അതല്ല. അയാളുടെ പ്രശ്നം എന്താണ്? വർഗീയത വളർത്താണ്. എന്തിനാണ് വർഗീയത വളർത്തുന്നത്? രാഷ്ട്രീയ താല്പര്യം, പൊളിറ്റിക്കൽ താല്പര്യം, അല്ലാതെ എന്താണ്? എന്താണ്? രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മത് ദേ ഭഗവാൻ. ഇതാരാ പറഞ്ഞു? ആരുടെ കവിത? ഗാന്ധിജിയുടെ. ആ ആളാണ് ഇന്ത്യൻ രാഷ്ട്രപിതാവ്. മനസ്സിലായില്ല? എല്ലാവരും ഈശ്വര അല്ലാ തേരേ നാം. നിന്റെ പേരാണ് ഈശ്വരൻ, നിന്റെ പേര് തന്നെയാണ് എന്തും. അല്ലാ ഒക്കെ നിന്റെ പേരാണ്. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി. എല്ലാവർക്കും നീ സമ്മതനാണ്. പലരും പേര് വേറെ വേറെ പറയാന്നേ ഉള്ളൂ. ഭഗവാൻ എന്ന് വിളിച്ചാലും ഈശ്വരൻ എന്ന് വിളിച്ചാലും അള്ളാന്ന് വിളിച്ചാലും നീ ആരെന്നെ? നീ സർവേശ്വരനായ തമ്പുരാനാണ്. നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. നീ എല്ലാവരും നിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇത് പറഞ്ഞ ആളാണ് നമ്മുടെ ആര്? നമ്മുടെ രാഷ്ട്രപിതാവ്. പിന്നെ അള്ളാന്നാണ് പിശാചാന്ന് വേർത്തൻ ഒരു ബ്ലോഗർ പറഞ്ഞാൽ നിങ്ങൾ ചാടുന്ന എന്തിനാ? അവൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ്റെ ലക്ഷ്യം നമ്മൾ മറുപടി അറിയാം. അപ്പോൾ എന്തുണ്ടാവും? മറുപടി അപ്പുറത്ത് പറയും. അപ്പോൾ സ്വാഭാവികമായി ഒരു ഒത്തുകൂടൽ വർഗീയവാദികൾക്കുണ്ടാവും. അവർക്ക് ആളെ കൂട്ടാനും കഴിയും. നിങ്ങൾ മറുപടി അറിയില്ലെങ്കിലോ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം പറഞ്ഞു, 4-ാം ദിവസം അവർ മടങ്ങും. കാരണം ആരുടെ മുന്നിൽ തോറ്റാലും ആരുടെ മുന്നിൽ ജയിച്ചാലും മനസാക്ഷിയുടെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല. അതേസമയത്ത് നിങ്ങൾ ഉരുളക്കപ്പേരി മറുപടി അറിഞ്ഞാൽ അവരെ മനസാക്ഷി എന്താ അവരോട് പറയാ? മറുപടി അറിഞ്ഞിട്ടല്ലേ ഞാൻ തിരിച്ചു പറഞ്ഞ്. ഇവർക്കിപ്പോ അള്ളാഹു സുബ്ഹാനഹു ഇത് രാഷ്ട്രപിതാവ് പറഞ്ഞാലോ, ഈശ്വര അല്ലാ തേരേ നാം. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഗീത വായിക്കും, ബൈബിൾ വായിക്കും, ഖുർആൻ വായിക്കും, ഗുരു ഗ്രന്ഥ് സാഹിബ് വായിക്കും, സിഖുകാരുടെ ഇതൊക്കെ വായിക്കും. ആരുടെ?
എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ഇത് വായിക്കും. ആരുടെ ആശ്രമത്തിൽ? ഗാന്ധിജിയുടെ. അങ്ങനത്തെ മനുഷ്യനാണ്. 20-ാം നൂറ്റാണ്ടിൽ മാനവരാശി കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് ഗാന്ധിജി. ആ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. എന്താ നമ്മളതൊക്കെ മറക്കണത്? അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ താല്പര്യമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിച്ച് ദയവായി ഈ യൂട്യൂബർമാരോടും ബ്ലോഗർമാരോടും കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. നിങ്ങൾ കണ്ടവർക്ക് മുഴുവനും നിങ്ങൾ മറുപടി പറയാൻ നടക്കരുത്. ആ മറുപടി പറയുന്നവർക്ക് ലക്ഷ്യങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കലും ആ മറുപടിയിൽ ചില എരിവും പുളിയും കൂടലും അതിൻ്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്യുകയും വേണം? വർഗീയത വളർത്തണം. വർഗീയത വളർന്നാൽ ഒരു രാജ്യം ക്ഷയിക്കും. നിങ്ങൾ എത്ര വളർത്തിയിട്ടും കാര്യമില്ല. വർഗീയത വളർന്നാൽ രാജ്യം ക്ഷയിക്കും. ലോകത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് 21-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ ഭാവി ഉണ്ടെങ്കിൽ അമേരിക്കയെ 50 തവണ പിന്നിലാക്കുന്ന രാജ്യം യഥാർത്ഥത്തിൽ അത് ഇന്ത്യ ആയിരിക്കും. ഈ ഇന്ത്യയെ നശിപ്പിക്കലാണ് ചില പ്രത്യേക ശക്തികളുടെ താല്പര്യം. ഇന്ത്യ വളരരുത്, അതിനിവിടെ വർഗീയത വളർത്തുകയാണ്. ഇനി ഒരാൾക്ക് വളരാൻ കഴിയില്ല. ജപ്പാൻ തകർന്നു, ജപ്പാനിന് വളർച്ചയില്ല. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ റിസോഴ്സുകൾ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യം 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആയിരിക്കും. പക്ഷെ ആ രാജ്യത്തെ തകർക്കണം. അതിനിവിടെ തകർക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത്? നമുക്കിടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അകൽച്ച ഉണ്ടാക്കണം. നമ്മളിടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അകൽച്ച ഉണ്ടാക്കണമെങ്കിൽ എന്ത് വളരണം? വർഗീയത വളരണം. ഇതിവിടുത്തെ വിദേശ താല്പര്യമാണ്. ചില വിദേശ ഏജന്റുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്കാരുമല്ല. ഇസ്രായേൽ അടക്കമുള്ള വിദേശ ശക്തികളുടെ താല്പര്യമാണ്. എന്ത്? ഇന്ത്യ തകരണം. കാരണം അവർക്കൊക്കെയുള്ള വിഭവങ്ങൾക്ക് പരിധിയുണ്ട്. ഇന്ത്യയുടെ വിഭവത്തിന് പരിധിയില്ല. ഇന്ത്യയെ ജയിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ആ രാജ്യത്തെ തകർക്കണം. അതിന് തമ്മിൽ അകറ്റണം, വർഗീയത വളർത്തണം. അല്ലെങ്കിൽ കഴിയില്ല. ലീഗും കോൺഗ്രസും തല്ലുകൂടിയാലും ഒരു പരിധിയുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തല്ലുകൂടിയാലും പരിധിയുണ്ട്. അതേ സമയത്ത് മതം എന്ന് പറഞ്ഞാൽ അത് കാൾ മാർക്സ് പറഞ്ഞില്ലേ, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അതൊരു ഘട്ടത്തിൽ അങ്ങനെയാണ്. മതത്തിൻ്റെ പേരിലുള്ള ചാട്ടം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്. അതൊരു മതം അല്ലാതെ മതത്തിൻ്റെ പേരിലുള്ള ചില ഹിംസ, മതത്തിൻ്റെ പേരിലുള്ള പക്ഷപാതിത്വം, അത് കറക്റ്റാണ്. മതമല്ല അത്. അവർക്ക് കാൾ മാർക്സിനോട് പറ്റിയതാ. മതമല്ല, മതത്തിൻ്റെ പേരിലുള്ള പക്ഷപാതിത്വം, അത് മനുഷ്യ. ആ പക്ഷപാതിത്വം തടി കയറി കഴിഞ്ഞാൽ അത് കറുപ്പന്ന, അത് ചരസ, അത് MDMA. പക്ഷപാതത്തിലേക്ക് ക്ഷണിച്ചവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഒരാളോട് എതിരാകണമെങ്കിൽ അതിൽ ധാർമ്മികമായ ഒരു അടിത്തറ വേണം. അല്ലാതെ എന്തില്ല. പക്ഷപാതത്തിലേക്ക് ക്ഷണിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പക്ഷപാതിത്വം കാണിക്കുക, പക്ഷപാതിത്വം വിളിച്ചു പറയാ. മതത്തിന്റെ പേരിലുള്ള പക്ഷപാതിത്വം കൊന്നാലും തീരൂല. കൊന്നാലും പിന്നെ കഷ്ണങ്ങളാക്കാൻ തോന്നും. കൊന്നാൽ തീരൂല. മതത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ഇടഞ്ഞാൽ പിന്നെ കൊല്ലലും അല്ല, കൊന്നാലും ദേഷ്യം തീരൂല. അങ്ങനത്തെ ഒരു സാധനമുണ്ടെങ്കിൽ പക്ഷപാതിത്വ പ്രശ്നമാണ്. എന്താണ് ഇപ്പോൾ സുഡാനിലെ അടിസ്ഥാന പ്രശ്നം? എന്താ അടിസ്ഥാന പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രശ്നം? അറബ് ദേശീയത. അറബി സംസാരിക്കുന്ന സുഡാനികളും തദ്ദേശ സുഡാനികളും അടിസ്ഥാനപരമായി അവിടുത്തെ ലോക്കൽ ഭാഷ സംസാരിക്കുന്ന സുഡാനികളും തമ്മിലുള്ള പക്ഷപാതിത്വമാണ് പ്രശ്നത്തിൻ്റെ എന്ത് വംശീയതയുടെ അടിസ്ഥാനം. എന്ത്? അതിൻ്റെ പിന്നിലാരാ? അറബ് താല്പര്യം. മനസ്സിലായില്ല? ഇതൊന്നും തന്നെ തുടങ്ങിയതല്ല, അത് ദീനല്ലേനും. അപ്പോൾ അറബ് സംസാരിക്കുന്നവർക്ക് തോന്നാണ് ഞങ്ങൾ മഹാന്മാരാണ്, ആരെക്കാൾ മറ്റൊരെക്കാൾ ഒരു 2ാം നമ്പറാണ്. ഒരു അറബ് റവല്യൂഷൻ എന്നൊക്കെ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. പാൻ അറബിസം അതിപ്പോൾ ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. പാൻ അറബിസം അത് തെറ്റാണ്, അത് ഇസ്ലാമല്ല. അറബ് പക്ഷപാതിത്വം. ലാ ഫദ്ല ലിൽ അറബിയ്യി അലൽ അജമിയ്യി. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ഫദ്ലും ഇല്ല. ഇതെന്ത് പറയാൻ കാരണം? പിൽക്കാലത്ത് ഈ പ്രശ്നം വരും. സുഡാനിലെ പ്രശ്നത്തിന് പറയാം. ഞാൻ പറഞ്ഞല്ലേ, സുഡാനിൽ ഒരു അറബ് രാഷ്ട്രം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ഒരു അടിസ്ഥാനം വേണമല്ലോ. ഇപ്പം എന്തിനും വേണമല്ലോ ഒരു അടിസ്ഥാനം. ആ അടിസ്ഥാനം എന്താ? 2 വിഭാഗം. ഏതാണ് വിഭാഗം? ഒന്ന് പറയേ, അറബ് സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, 2 അറബ് സംസാരിക്കാത്ത സംസാര ഭാഷയല്ലാത്ത മുസ്ലിങ്ങൾ. ഇവർ തമ്മിലുള്ള പ്രശ്നം ഇതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പൊ ഒരു അറബ് ദേശീയത വളർത്തുക, പാൻ അറബിസം, ഒരു അറബ് സംസാരിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവരുടെ ഒരു കൺസോൾട്ടേഷൻ, അവര് വലിയ മഹാന്മാരാണെന്ന് അവരുടെ ധാരണ. ഇത് ദീനാണോ? എന്തിനാ ഹബീബ നബി? ഒരു വിഭാഗീയതയും നല്ലല്ല കുട്ടികളെ, ഒരു വിഭാഗീയതയും നല്ലല്ല, ഒരു വിഭാഗീയതയും നല്ലല്ല. എല്ലാ വിഭാഗീയതയുടെയും അടിസ്ഥാനം അവസാനം ഖേദായിരിക്കും. എല്ലാ വിഭാഗീയതയുടെ അടിസ്ഥാനവും അവസാനം ഖേദ. അതെല്ലാം മതവും അത് പറയുന്നുണ്ട്. കുരുക്ഷേത്രം കഴിഞ്ഞ്, കുരുക്ഷേത്രത്തെ ജയിച്ചടക്കി എല്ലാം കഴിഞ്ഞ് അധികാരം കൈവന്നതിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ കൈലാസം തേടിപ്പോകുന്നതിടത്താണ് എന്ത് ഗീത അവസാനിക്കുന്നത്. അത് അവിടെ മഹാഭാരതം അവസാനിക്കുന്നത്. ഒരു പിന്നെ കൈലാസം തേടിപ്പോകുക, അധികാരം കിട്ടി, പക്ഷെ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആയിരക്കണക്കായ 10,000-കണക്കായ മനുഷ്യരെ കൊല ചെയ്തിട്ട് കിട്ടിയതാണ് ഇവിടെ എന്ത് അധികാരം. എന്നാൽ അവർ നല്ലവരല്ലേ? നല്ലവരെന്നെ മനസ്സിലായില്ല. ഇതിഹാസങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല വിഭാഗം തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ. പക്ഷേ ഈ പഞ്ചപാണ്ഡവന്മാർക്ക് അധികാരം കിട്ടുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായത്? 10,000-കണക്കിന് എന്നല്ല, ലക്ഷക്കണക്കായ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് അധികാരം കിട്ടി. പിന്നെ ആ അധികാരം അവർ വലിച്ചെറിഞ്ഞു, പിൻഗാമികളെ ഏൽപ്പിച്ചിട്ട് പോവുക, അങ്ങനെ പോവുക. ആ ഭാഗത്ത്, അവസാന ഭാഗത്ത് എന്താ പറയുക, അവസാന ഭാഗത്ത് മഹാഭാരതം പറയുന്നത് ആ കൈലാസം തേടിയുള്ള യാത്രയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദ്രൗപദിക്ക് നടക്കാൻ വയ്യ. ഇടക്കിടയ്ക്ക് ഇവർ ഈ ആണുങ്ങൾ നടക്കുമ്പോൾ ദ്രൗപദി എന്നാൽ പാഞ്ചാലിക്ക് കൂടുതൽ നടക്കാൻ വയ്യ. അപ്പോൾ ധർമ്മപുത്രനാണ് മുന്നിലുള്ളത്, അതിന് നേരെ ബാക്കിൽ അർജുനനുണ്ട്. ഇവരെല്ലാവരും പോവുകയാണ്. അപ്പോൾ പാഞ്ചാലി ഇടക്കിടക്ക് വീണു. അത് മുന്നിലുള്ളവർക്ക് ശ്രദ്ധിക്കാൻ വരെ കഴിയണില്ല. എന്തുകൊണ്ട്? ഇനി ഒരു തിരിച്ച് നടത്താൻ വയ്യ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. പിന്നെയും പാഞ്ചാലിയെ താങ്ങുന്നത് ഭീമസേനനാണ്. ഭീമസേന ഒന്നും കൂടി ബാക്കിലാണ്, ധർമ്മപുത്രൻ മുന്നിലാണ്. എന്തുകൊണ്ട്? ഇനി നടക്കാനാവില്ല, ഇനി തിരിഞ്ഞു പോകാനാവില്ല. ദുര്യോധനനെ അടിച്ചു കൊന്ന ഒരു ഗദ ഉണ്ട്. ആ ഗദ ഭീമസേനനെ കാണുകയാണ് യമുനാ നദിക്കരയിൽ. അപ്പോൾ ആത്മകഥം ചെയ്യുക, ഇതൊന്നും വേണ്ടില്ലായിരുന്നു. അപ്പം ഏത് വിഭാഗീയതയുടെയും അവസാനം എന്തായിരിക്കും? ഖേദായിരിക്കും, നഷ്ടമായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ, ക്രിസ്ത്യാനികൾ ഒരു യൂട്യൂബ് തുടങ്ങി, അവർ അങ്ങനെ അതിന് കുറച്ച് നമ്മളെ മറുപടി പറയുന്നവർ, പിന്നെ കുറച്ച് ഹിന്ദു വർഗീയവാദികൾ, ഇവരൊക്കെ ഈ തമ്മിൽ കളിച്ചാൽ സത്യത്തിൽ ഇത് ഇവരിൽ ഒതുങ്ങൂല. ഇത് നേരെ ഇനി ആരിലേക്ക് ഇറങ്ങും? സാധുക്കളായ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങും. അത് ദുരന്തമായിരിക്കും. അതാണ് ഇവരെ ലക്ഷ്യവും. അപ്പോൾ അവർക്ക് എന്തുണ്ടാവാം? മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തട്ടീകരിച്ച് വിവിധ തട്ടുകളിലാക്കിയിട്ട് ഇവർക്ക് എന്തിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ മെജോറിറ്റി നേടിയെടുക്കാൻ കഴിയും. ദുഷ്ടലാക്കാണ്. ഇത് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. തിരിച്ചു വരികയാണ്. അപ്പം എന്തും ധർമ്മമാണ് അടിസ്ഥാനം. ഒരാൾ പറഞ്ഞത് മുഴുവനും വിഴുങ്ങേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഒന്നുമില്ല. തങ്ങളായാലും വേണ്ടില്ല, മൂല്യരായാലും വേണ്ടില്ല. പിന്നെ വിഴുങ്ങാണ് ഇന്ന്. അതിന് കാരണം എന്താ? മാരിഫത്തില്ല. തലയെക്കെട്ടിന് വലിപ്പുണ്ട്, മാരിഫത്തില്ല. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഞാൻ നേരം വൈകി, ഞാൻ ഇന്നിപ്പോൾ ഇതിപ്പോൾ തീർന്ന. പക്ഷെ ആദ്യത്തെ വരി എന്നെ അങ്ങോട്ട് ഇടങ്ങേറാക്കി.